നീ എന്നോടൊന്നും പറഞ്ഞില്ല. ഗുഡ് നൈറ്റ് മതിയാ. നമ്മളെ അല്ലാതെ പിന്നെ അവൻ ആരെയാ സഹായിക്കാ? ഇല്ലടാ, ഭയങ്കര ക്ഷീണം. അറിയാലോ, എന്റെ പെങ്ങള് വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം 6 ആയി. അത് നിന്റെ അളിനെ കൊള്ളില്ലാണ്ട് നല്ല പടപടക്കണം. അതല്ല, ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ അവളുടെ സ്വർണം പണയം വെച്ചെടുത്ത് കൊടുക്കാം. അത് കിട്ടാണ്ട് അളിയൻ അവളെ കൂട്ടിക്കൊണ്ട് പോവില്ല. നിനക്കൊരു അത്യാവശ്യം വരുമ്പോ 2 ദിവസം പോന്ന് പറഞ്ഞാൽ മതി, ഞാൻ പലിശ സഹിതം തിരിച്ചു. എനിക്ക് പലിശ ഒന്നും വേണ്ട. നീ എന്ത് വർത്താനോടായി പറയുന്നത്? നമ്മുടെ പലിശ വാങ്ങിക്കേ. അത്രയ്ക്ക് ഹൃദയമില്ലാത്തവനാ ഇവൻ. ഇവന്റെ സ്നേഹം നിനക്കൊന്നും ശരിക്കും മനസ്സിലായിട്ടില്ല. എനിക്കറിയാം. എനിക്കുണ്ടല്ലോ ഒരു മോൻ. എന്നാലും സൂചി നൂല് എടുത്തു കൊടുത്ത ആർക്കാ? ഇവനാ. എന്തുകൊണ്ടാ? സ്നേഹം. ആ ഗുരുഭക്തി എന്നോട് എപ്പോഴും ഉണ്ട്. ഇല്ലടാ? എന്നാലും എനിക്ക് വീടൊക്കെ നന്നാക്കണം. പിന്നെ രമ്യയുടെ കല്യാണം. മോനെ, നീ ഞങ്ങൾക്ക് തരുന്ന കാശ് ബാങ്കിൽ ഇടുന്നത് പോലെയാ. എപ്പ വേണമെങ്കിലും എടുക്കാം. ഒരു ചെക്ക് പോലും എഴുതണ്ട. ഒന്ന് പറഞ്ഞാ മതി. കുഞ്ഞേട്ട കിടക്ക വിരിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കിടക്കാം. കുമാരേട്ട ചായ വല്ലതും വേണോ? വേണ്ട. കൂട്ടാനായിട്ടുണ്ട്, ചോറിനിട്ട് പോവാം. വേണ്ട അല്ലേ? ദാ വരണോ. ശരി. നീ എന്താ പൊട്ടിയാണ്? നിനക്ക് ചെവിയിട്ടൂടെ? എന്തേ? എല്ലാരും പോയോ? ആ, പോവാ അവര്. എല്ലാവർക്കും കാശ് വേണല്ലേ? എല്ലാവരും പാവങ്ങളാ. കൊടുത്തേക്കാം അല്ലേടി? ഏട്ടനും കൊടുക്കണം കുറെ കാശ്. പാവം തറവണി എടുക്കട്ടെ. എല്ലാരും പാവങ്ങളാ. ഇവരൊക്കെ തിരിച്ചു തരുമോ? തിരിച്ചെന്നല്ലെങ്കിൽ വേണ്ട. പോട്ടടി. ലോട്ടറി അടിച്ച കാശല്ലേ? നിന്റെ കല്യാണത്തിനുള്ളത് കുഞ്ഞണ്ണ ഉണ്ടാക്കണ്ടേ? കൂട്ടി കൂട്ടി വെക്കണ്ട്. എവിടെ? വല്ലവരുടെ കയ്യിലല്ലേ? കിട്ടിയതൊക്കെ നാട്ടുകാർക്ക് കടം കൊടുക്കല്ലേ ഏട്ടൻ? ചോദിച്ചാൽ ഇങ്ങനെ കൊടുക്കണ്ടിരിക്ക. പാവങ്ങളാ. ഇല്ലാത്തോണ്ടല്ലേ? ഉണ്ടാവുമ്പോ ആരെങ്കിലും തിരിച്ചു തരാറുണ്ടോ? നമുക്കൊരാവശ്യം വരുമ്പോ എല്ലാരും തരും. നീ ഇറങ്ങണ്ട. നീ ഫ്രണ്ടിലോട്ട് ഞാൻ എവിടെ വേണമെങ്കിലും കയറാം. കട തുറന്നോ. ഞാൻ അരവിന്ദന്റെ കൂടെ പോയിട്ട് വരാം. അരവിന്ദോ, നിന്നെ അനിത അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? കാശ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കണ്ടാ മതി. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ട് പോയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ണിമോളെ കണ്ടിട്ട് വരാം. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇറങ്ങാൻ പാടില്ല. പോയി വന്നിട്ടാണ്. വേണ്ട, എനിക്കിപ്പോ കാണണം. അവനൊന്ന് കണ്ടോട്ടെന്ന്. താൻ വണ്ടി കയറോ? എനിക്കിപ്പോ കണ്ടേ പറ്റൂ. മോനെ, രാഹുകാലം തുടങ്ങൂടാ. ആ കേറി. വണ്ടി ഇവൾക്ക് എന്തിന്റെ കേടാ? നേരില്ലാത്ത നേരം. ഉണ്ണിമോള് എല്ലാരും ഉണ്ടല്ലോ. ഒരു ലോട്ടറി അടിച്ചപ്പോ പാവങ്ങളെ മറന്നു അല്ലേ? ഞാൻ ഇതിന് ഇറങ്ങാൻ പോയതാ, ഇവര് സമ്മതിച്ചില്ല. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണ്ടേ മോളെ? ഓശോ, ഇന്ന് തിങ്കളാഴ്ച രാഹുകാലം 9 മണിക്ക് കഴിഞ്ഞുല്ലോ കുമാരേട്ടാ. രാഹുകാലം യമകുണ്ടകാലം. ഓ, യമകുണ്ടകാലം. ആ, യമകുണ്ടകാലം വരുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങിക്ക സന്തോഷം. നല്ല ആളാ. 1.5 ലക്ഷം രൂപ കിട്ടിയപ്പോ ഉണ്ണിമോള് പുറത്ത്. എനിക്കെന്താ തരാൻ പോണേ? ഉണ്ണിമോൾക്ക് എന്താ വേണ്ടേ? എനിക്കൊരു 1.5 ലക്ഷം രൂപ വേണം. അപ്പൊ ഞാൻ ഇവർക്കൊക്കെ എന്താ കൊടുക്കാ? രാമേന്ദ്രേട്ടന് 15,000 രൂപ കമ്മീഷൻ, പിന്നെ കുമാരേട്ടന് 25,000 രൂപ. തമിഴന്മാരേന്ന് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാനാ. കടായിട്ടാ. പിന്നെ ദേവിന് 30,000 രൂപ. കട എല്ലാം കട, പക്ഷെ ആവശ്യമുള്ളപ്പോ തിരിച്ചു തരും. പിന്നെ ഏട്ടനൊരു 50,000 രൂപ. അത് കടായിട്ടല്ല, പാവല്ലേ, തറമണി തുടങ്ങട്ടെ. ബാക്കിയുള്ളത് മുഴുവൻ ഉണ്ണോളം എടുത്തോ. ബാക്കി എത്രയുണ്ട്? വെറും 30,000 രൂപ. കിട്ടുകയാണെങ്കിൽ എനിക്ക് 1.5 ലക്ഷം രൂപ കിട്ടണം. അപ്പൊ എന്റെ കമ്മീഷനോ? കമ്മീഷൻ തരാം. ഓക്കെ. ഉണ്ണിമോള് ഇവര് പാവങ്ങളാ. ആണോ? എന്നാ അവർക്ക് കൊടുത്തോ. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് മുഴുവൻ കാശും കിട്ടണം. പറ്റുമോ? പറ്റില്ലെങ്കിൽ പറ, എനിക്ക് വേണ്ട. പിന്നെ ഉണ്ണിമോളെ എന്ന് വിളിച്ചാ വഴിക്ക് വന്നേക്കരുത്. തരാം, ഞാൻ മുഴുവൻ തരാം. എന്നാ വണ്ടി കയറി. അപ്പൊ ഞങ്ങള് വരണോ? അതോ അതിന് ആവശ്യമില്ലല്ലോ, കാശ് മുഴുവൻ എനിക്കല്ലേ. മനസ്സിലാക്കി ഞാൻ ചിത്രിക്കാം. വേഗം വിട്ടോ, ഈ അവധി കയറും. അങ്ങനെ എന്റെ അരവിന്ദേട്ടൻ ഇപ്പോ ലക്ഷപ്രഭുവായി. അരവിന്ദേട്ടന്റെ പേരിലിപ്പോ 1,30,30,000 രൂപയുണ്ട്.
ദാ, ഈ പാസ്ബുക്ക് കയ്യിൽ വെച്ചോ. ചെക്ക് ബുക്ക് എന്റെ കയ്യിലിരിക്കട്ടെ. കാശിന് ആവശ്യമുള്ളപ്പോ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ചെക്ക് എഴുതി തരാം. വാ. അപ്പൊ ഇനി കിട്ടണ കാശ് മുഴുവൻ കണ്ടോർക്ക് കടം കൊടുത്ത് കളയാതെ ഈ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇടണം. അപ്പൊ ഇത് 1.5 ലക്ഷം ആവും, പിന്നെ 2 ലക്ഷം ആവും, 5 ലക്ഷം ആവും. എന്നും കുമാരേട്ടന്റെ കടയിൽ ജോലിക്കാരനായിട്ട് ഇരുന്നാ മതിയോ? നമുക്ക് നല്ലൊരു തയ്യൽ കട ഇടണം. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു നല്ല വീട് വെക്കണം. പിന്നെ ഒരു കൊച്ചു കല്യാണം കഴിക്കണ്ടേ?